8 years of മെർസൽ. റീസെന്റ് വിജയ് മൂവീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സിനിമ. ടിപ്പിക്കൽ വിജയ് മൂവീസിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു ഫ്രഷ് എനർജി തരുന്ന ഒരു സിനിമയായിരുന്നു അന്ന് അറ്റ്ലി വിജയ്ക്ക് വേണ്ടി പണി വെച്ചത്. തെരി എന്ന സിനിമയ്ക്ക് ശേഷം അറ്റ്ലിയുടെ ഒരു ട്രൂ ഫാൻ ബോയ് സംഭവമായിരുന്നു മെർസൽ. ഒരേ സമയം കണ്ടന്റിനും അതേസമയം കമേഴ്ഷ്യൽ എലമെന്റ്സിനും ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ കിട്ടിയത് ഒരു മാസീവ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ മേക്കിംഗ് തന്നെയായിരുന്നു. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വിടാത്ത അത്രയും പീക്ക് ആയിട്ടുള്ള ഒരു ഹൈ എലമെന്റ് ക്വാളിറ്റി ഓഫ് മേക്കിംഗ്. സോ അത് മാത്രമല്ല, നമ്മളെ വിജയിനെ പ്രസന്റ് ചെയ്ത വേ ഓഫ് പ്രസന്റേഷൻ അറ്റ്ലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ച ഒരു സിനിമയായിരുന്നു. കൂടാതെ AR റഹ്മാന്റെ അത്രയും ഗംഭീരമായിട്ടുള്ള പാട്ടുകളും അതിലെ തന്നെ ആളപ്പോരാൻ തമിഴ് എഴുന്ന സോങ് ഉണ്ടാക്കിയ അതിഗംഭീരമായിട്ടുള്ള റീച്ച്. പേഴ്സണലി ഒരു സൂര്യ ഫാൻ ആയിട്ട് പോലും ഞാൻ ഈ പാട്ട് വന്നപ്പോൾ എണീറ്റ് പോയി സ്ക്രീനിന്റെ മുമ്പിൽ പോയി ഡാൻസ് കളിച്ച ആളായിരുന്നു ഞാൻ. ഈ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പും റിലീസ് ആയതിനു ശേഷവും പല കോൺട്രവേഴ്സിയിലും ഏർപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ കാരണം ഈ സിനിമയ്ക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ കൂടെ കിട്ടിയിരുന്നു. സോ ഇതൊക്കെ കൂടാതെ സിനിമയ്ക്ക് ഗംഭീര പോസിറ്റീവ് റിപ്പോർട്ട്സും കൂടെ കിട്ടിയപ്പോൾ വിജയുടെ കരിയറിലെ ആദ്യത്തെ 200-250 കോടി രൂപ കളക്ഷൻ കിട്ടിയ ആദ്യത്തെ സിനിമയായി മാറി മെർസൽ. സോ എനിക്ക് പേഴ്സണലി വിജയുടെ കരിയറിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി തന്നെയാണ് മെർസൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.